നിങ്ങൾക്കിത് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് പോകരുതെന്നാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഇന്ന് കാസർഗോഡ് ഫ്ലീ പ്രോഗ്രാമിന് പോയിരുന്നേ. ഓൺലൈനിൽ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടാണ് പോയത്. പോകുമ്പോഴത്തേക്കും നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനേക്കാളൊക്കെ ഒരുപാട് കൂടുതൽ ക്രൗഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്രൗഡിൽ അത്യാവശ്യം നല്ല തിങ്ങി ഞെരിങ്ങിയിട്ട് ഒരു 1 അവറിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ അകത്തോട്ട് കയറിയത് തന്നെ. ഞാൻ അവിടെ പോയി ആദ്യം എനിക്ക് ചിന്തിച്ചത്, ഇത്രയും ആൾക്കാരെ ഇത്രയും കുഞ്ഞു സ്ഥലത്ത് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളൊരു സാമാന്യ ബോധം പോലും അവിടെയുള്ള കോർഡിനേറ്റേഴ്സിന് ഉണ്ടായിട്ടില്ലേ എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഓക്കെ, നമ്മൾ അകത്തോട്ട് ടിക്കറ്റ് എടുത്ത് കയറി. ഞങ്ങളെ കൂടെ തന്നെ ഒരുപാട് ടിക്കറ്റ് എടുക്കാത്ത ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ടിക്കറ്റ് ജെനുവിൻ ആണോ എന്ന് പോലും അത് വെരിഫൈ ചെയ്യാനുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സംഭവം അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ പൈസ ഓക്കെ ആൻഡ് ഇത്രയും ടൈമും നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഹനാൻഷ വന്നിട്ട് ഒരു 4-5 പാട്ട് പാടിയിട്ട് ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ട് ആള് പോയി. പിന്നെ ഒരു പ്രോപ്പർ സൗണ്ട് സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ ചിന്തിക്കുന്നത്, ഇവര് ഇത്രയും ആൾക്കാർ ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ എന്തിനാണ് ഇവർ ഓൺലൈനിലും അല്ലാണ്ട് ടിക്കറ്റ് സെയിൽ ചെയ്തത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവർക്ക് നേരിട്ട് മാത്രം ടിക്കറ്റ് സെയിൽ ചെയ്താൽ മതിയായിരുന്നു. ഇത് 2 ഭാഗത്തും ടിക്കറ്റ് സെയിൽ ചെയ്തു. ആൻഡ് ഞങ്ങൾ ഒരു 105 റുപ്പീസാണ് നമ്മൾ പേ ചെയ്തത്. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും 500-നൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അകത്ത്. നിങ്ങൾ എന്ത് നീതിയാണ് അവരെടുത്ത് കാണിച്ചിട്ടുള്ളതെന്നാണ്, ഞങ്ങളോടും എങ്ങനെയാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ആ സ്റ്റേജിൽ ഉണ്ടായിട്ടുള്ള ആങ്കറും എല്ലാവരും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താ പറയുക, നമ്മൾ ഫ്രീക്ക് വന്നിട്ട് പരിപാടി കാണാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. ഒരു മിസ്റ്റേക്ക് നിങ്ങളെ നിന്ന് പറ്റി അതുപോലും ആക്സെപ്റ്റ് ചെയ്യാത്ത ആറ്റിറ്റ്യൂഡായിരുന്നു നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങളൊന്ന് അഭിപ്രായം പറയണം, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത്. എൻ്റെ പേഴ്സണലി അഭിപ്രായം എനിക്ക് വളരെ മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ത്രൂ രേഖപ്പെടുത്തണേ. കാശ് കൊടുത്ത് അകത്ത് കയറിയവരാണ് ഈ പറയുന്നത്. വിഷ്വലിന് വളരെ എവിഡൻ്റ് ആണ്. ഇവരൊക്കെ കാശ് കൊടുത്ത് അകത്ത് കയറിയ ആൾക്കാർ 100-ന് 500-നൊക്കെ ടിക്കറ്റ് എടുത്ത് കള്ള ടിക്കറ്റ് എടുത്ത് കയറേണ്ട ഒരു അവസ്ഥ. ഒന്ന് ഈ സംഘാടകർ ഇപ്പോഴത്തെ ഫെയിം ആരാ നിൽക്കുന്നത്, അവരെ പിടിച്ചു കൊണ്ടുവന്നൊരു പ്രോഗ്രാം എങ്ങനെയും തട്ടിക്കൂട്ടി നടത്താനുള്ള ഒരു പരിപാടിക്കാണ് അധികം ആൾക്കാരും നോക്കുന്നത്. ദയവേത് പോണ നാട്ടുകാരോടെ പറയണം, നിങ്ങളൊരു പരിപാടിക്ക് പോകുമ്പോൾ ആ പരിപാടിയിൽ സ്റ്റാൻഡേർഡ്സ് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് അറിയാൻ ശ്രമിക്കണം ദയവേതിട്ട്. മനസ്സിലായോ? തട്ടുകൂട്ട് പരിപാടിയാണെന്നുണ്ടെങ്കിൽ വെറുതെ നിങ്ങൾ എന്തിനാണ് മരിക്കാൻ വേണ്ടിയാണ് കയറി ചെന്ന് കൊടുക്കുന്നത്. ഹനാൻഷാൻ്റെ ഷോ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് കുട്ടികളും അമ്മമാരൊക്കെയാണ്. ഓക്കെ, ഈ വരുന്നവരെ പോകുന്നവരെ കുറ്റമല്ല ഞാൻ പറയുന്നത്. ഈ വരുന്ന ക്രൗഡ് എന്താവും എന്നുള്ളത് ഒരു എക്സ്പെക്റ്റേഷൻ ഇവൻറ്റ് നടത്തുന്നവർക്ക് വേണ്ടേ? നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഇനി തീരെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. ബാക്കിയൊക്കെ നമ്മൾ മോസ്റ്റ് മോഡേൺ ആവാം, നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് ഭയങ്കരമായിട്ടുള്ള പുതിയ ടെക്നോളജീസ് കൊണ്ടുവരാം. ഒരു ഇവൻ്റ് എങ്ങനെ നടത്താം? സ്ത്രീകളും കുട്ടികളും ആവുമ്പോൾ അവർക്ക് ഇരിക്കാനുള്ളത്, ഇനിയിപ്പോൾ തുള്ളാനുള്ള സ്ഥലം നിങ്ങൾ മാറി വെച്ചോ, കുറച്ച് ആൾക്കാർ പോയി തുള്ളിക്കോട്ടെ, ബാക്കിയുള്ളവർ ഇരുത്തിയാൽ പോരെ? അതുമില്ല. അപ്പം ചിലവ് എവിടെയൊക്കെ കുറയ്ക്കണം എന്നുള്ളതാണ് മാക്സിമം നോക്കുന്നത്. പിന്നെ ഇതേപോലെ ഓൺലൈനിലും ഓഫ്ലൈനിലും ഒരു ഓഡിറ്റും ഇല്ല, അത് ടിക്കറ്റ് അങ്ങോട്ട് അഴിച്ച് വിൽക്കുക തന്നെ. പിന്നെ ഈ വരുന്ന ആൾക്ക് അയാൾ പെർഫോം ചെയ്യാൻ വരുന്നതാണ്. മനസ്സിലായോ? അല്ലാതെ ആൾക്കൂട്ടത്തിൽ വന്ന് ടാറ്റ കാണിച്ച് പോകുന്ന രാഷ്ട്രീയക്കാരനല്ല ഒരു പെർഫോമർ എന്ന് പറയുന്നത്. ഹനാൻഷ 4 പാട്ട് മാത്രമേ പാടിയുള്ളൂ എന്ന് പറയുമ്പോൾ ഹനാൻഷാക്ക് ഒരു മൂഡ് ക്രിയേറ്റ് ആവേണ്ട ഒരാൾക്ക്. മുന്നിൽ നല്ല റെസ്പോണ്ട് ചെയ്യുന്ന, അത്യാവശ്യം വളരെ ഓക്കെ ആയിട്ടിരിക്കുന്ന ഒരു ക്രൗഡിനെ കണ്ട ആരാണെങ്കിലും പെർഫോം ചെയ്യും. ഇത് ഇയാൾ പെർഫോം ചെയ്യുന്നതോറും അവിടെ ഒരു ഇവൻറ്റ് നടക്കുമ്പോൾ തന്നെ ഒരിക്കലും ഒരു ഇവൻറ്റിന് 3-4 മണിക്കൂർ മുന്നേ ആ ഇവൻറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് ആളെ കയറ്റി വിടാൻ പാടില്ല. ഇവിടെ എന്താ, നമ്മൾ വേടൻ്റെ ഷോ മുതൽ ഹനാൻഷാൻ്റെ ഷോയിലൊക്കെ നമ്മൾ കാണുന്നത് എന്താ, ഒരു ഇവൻറ്റ് നടക്കുകയാണ്, അതിൻ്റെ ഒരു 4-5 മണിക്കൂർ മുന്നേ ആദ്യം വന്ന് മറ്റേ ബസ്സിലും ട്രെയിനിലും ടവലിട്ടിട്ട് സീറ്റ് പിടിക്കണം, അതിൽ കുറേ ആൾക്കാരോട് വരും, എന്നിട്ട് അവിടെ നിൽക്കും, അന്തം വിട്ട് അങ്ങനെ നിൽക്കും. ഇവരാരെ ഉള്ളിൽ കയറ്റേണ്ട ആവശ്യം എന്താ? ഇവരൊന്നും നിങ്ങൾ ഉള്ളിൽ കയറ്റേണ്ട. ഇതൊക്കെ ഇവൻറ്റിൻ്റെ ടീമാണ് ഇതിൻ്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത്. ഇവിടെ ഇവൻറ്റ്സ് നടത്തേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ ആരും ഇല്ലടി. കാസർഗോഡ് ഇവൻറ്റ് നടന്നിട്ടുണ്ട്. ബൈ ദ വേ, അത് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത്, കാസർഗോഡ് ഞാൻ അറ്റൻഡ് ചെയ്ത 1-2 ഇവൻറ്റുകളുണ്ട്. കാദർബായിയാണ് ആ സാധനം അന്ന് ഹാൻഡിൽ ചെയ്തത്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ശരിക്കും ഇവൻറ്റുകളെ ഹാൻഡിൽ ചെയ്യാൻ 1-2 ആൾക്കാർ വേണം. ഞാൻ ഈ മനുഷ്യൻ കഴിഞ്ഞ കൊല്ലം രമേഷ് പിഷാരടിയൊക്കെ ഉള്ളൊരു ഇവൻ്റാണ്. ആ ഇവൻ്റ് ഒരു സ്റ്റേഡിയത്തിലാണ്, കാസർഗോഡ് ഒരു സ്റ്റേഡിയത്തിലാണ് നടന്നത്. ഇന്ത്യയിൽ ക്ലിപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ സാധനം അവിടെ എടുത്ത് വെക്കേണ്ട, ആ ക്ലിപ്പ് ഞാൻ എടുത്ത് വെക്കേണ്ടത്. ഈ ചെങ്ങാതി കാദർബായി കയറിയിട്ട് അന്ന് കസാലയൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു അവിടുന്ന് കുറേ ആൾക്കാർ. ഭയങ്കര സീന്. അന്ന് ഡാബ്സി ഉണ്ട്, ബേബി ജീൻ ഉണ്ട്. അന്ന് അവർ കത്തി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അവരുടെ പാട്ട് കേൾക്കാനും ഇതിനൊക്കെ ആ ക്രൗഡ് കയറിയിട്ട് ഇയാൾ സ്റ്റേജിൽ കയറിയിട്ട് 2-3 വർത്താനം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ സാധനം എന്താണെങ്കിൽ ഇവിടെ ബ്ലാങ്ക് ആയിട്ട് പ്ലേ ചെയ്യാം. ഞാൻ ആ സാധനം എൻ്റെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ എന്താണെങ്കിലും ഇപ്പോൾ അത് പ്ലേ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ചോദിക്കാനുണ്ട്. ഓക്കെ, എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
എന്തിനാണ് ഈ 2K കിഡ്സിനെ ചീത്ത പറയുന്നത്? ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എന്തിനാണ് 2K കിഡ്സ് എന്ന് പറഞ്ഞിട്ട് ഐഫോണ്, ബൈക്ക്, കാറ്, റീൽസ്, 2K കിഡ്സ്, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ട് ഈ 2K ജനറേഷനെ കുറ്റം പറയുന്ന 90s ഓർ അതിന് മുമ്പുള്ളവർ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ആരാണ് ഈ ഇവൻറ്റുകൾ ഓർഗനൈസ് ചെയ്യുന്നത്? ഈ 2K കിഡ്സിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇവരിൽ നിന്ന് കാശ് കിട്ടാനോ ഇവരിൽ നിന്ന് വിസിബിലിറ്റി കിട്ടാനോ ഇവരെ യൂസ് ചെയ്തിട്ട് ഒരു ഇവൻറ്റ് വെക്കുന്നത് 90s കിഡ്സും അല്ലെങ്കിൽ അതിൻ്റെ മുന്നോട്ടുള്ളവരും അല്ലേ? നിങ്ങൾ പ്രോപ്പറായിട്ടൊരു ഇവൻറ്റ് ഹാൻഡിൽ ചെയ്യാത്തത് കൊണ്ട് ആ ഇവൻറ്റിലേക്ക് നിങ്ങൾ ടാർഗറ്റഡ് ഓഡിയൻസ് ആയി കൊണ്ടുവരുന്ന 2K കിഡ്സ് വന്നിട്ട് അവരുടെ ക്രൗഡിൻ്റെ എണ്ണം കൂടുമ്പോൾ നിങ്ങൾക്ക് എന്താ എത്ര വലിയ പൊളിയുന്നത്? പിന്നെ ഈ കുറ്റം പറയുന്നവർ, ഈ വന്ന ക്രൗഡ് അടിച്ചു പൊളിച്ചു, ഇങ്ങനെ കാട്ടി അങ്ങനെ കാട്ടി, തല്ലുണ്ടായി, ഇതെല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ട് ഞാൻ പല കണ്ടന്റും ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. പണ്ട് നാട്ടിൽ കോളേജിലടി, ഹോട്ടലിലടി, റോട്ടിലടി, കല്യാണ വീട്ടിലടി, ഇതൊക്കെ നടന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് പുറത്ത് വന്നിട്ടില്ല. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഗാനമേള ഉണ്ടാകുമ്പോൾ എത്ര അടി ഉണ്ടായിട്ടുണ്ട്, ഉത്സവപ്പറമ്പിൽ എത്ര തല്ലുംപിടി ഉണ്ടായിട്ടുണ്ട്. അതൊരു സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് പുറത്ത് അതിൻ്റെ ഇൻറ്റൻസിറ്റി വന്നിട്ടില്ല, അതിൻ്റെ ഒരു ഗ്രാവിറ്റി വന്നിട്ടില്ല. ഇപ്പോഴും മാസമായിട്ട് പൂരപ്പറമ്പിൽ അടി ഉണ്ടാക്കിയതിനെ കുറിച്ചും ഉത്സവത്തിന് അടി ഉണ്ടാക്കിയതിനെ കുറിച്ചും നേർച്ചയ്ക്ക് അടി ഉണ്ടാക്കിയതിനെ കുറിച്ചിട്ടൊക്കെ പറയാനുള്ള ആളുകൾ ഉണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ 2Kയുടെ നെഞ്ചത്തേക്ക് ഓടി കയറുന്നത്? ഒരു പരിധി വരെ ഇത് എല്ലാവരുടെയും മിസ്റ്റേക്ക് അല്ലേ? അപ്പോൾ എന്താണെങ്കിലും ഹനാൻ ഷായുടെ സംഗീത പരിപാടിക്കിടെയുണ്ടായി തിക്കും തിരക്കും, സംഘാടകർക്കെതിരെ കീഴിൽ പോലീസിൻ്റെ മുന്നറിയിപ്പ് അവഗണിച്ച് FIR. ഓക്കെ, ഇതാണ് പോലീസിൻ്റെ മുന്നറിയിപ്പ് അവഗണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മുതലേ പോലീസിൻ്റെ മുന്നറിയിപ്പ് അവഗണിച്ചിട്ടാണ് പല സംഘാടകരും പല പ്രോഗ്രാംസും നടത്താറ്. അവർക്ക് അവരുടെ ടാർഗറ്റ് ഓഡിയൻസ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഓഡിയൻസിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടുള്ള സോഷ്യൽ മീഡിയ പ്രൊമോഷൻസും അല്ലെങ്കിൽ ബാക്കി പരിപാടികളും ചെയ്ത്, ടിക്കറ്റ് സൈറ്റ്സുള്ള പരിപാടിയാണെങ്കിൽ മാക്സിമം ട്രൈ ചെയ്ത് അവർക്ക് ഓക്യുപ്പൻസി ഇപ്പോൾ ഒരു 200-300 ആളുകൾ നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണെങ്കിൽ 20,000 ആളെ കയറ്റും. ആ രീതിയിൽ ഇവരെന്ത് ചെയ്യും? ഇവരുടെ പ്രോഗ്രാം പുഷ് ചെയ്യും. കാസർഗോഡ് ഏറെക്കുറെ ഇത് തന്നെയാണ് സംഭവിച്ചത്. ആ ന്യൂസ് ഞാനിവിടെ പ്ലേ ചെയ്യാം. ഭവ്യ, ഇതിൽ തുടക്കത്തിൽ തന്നെ വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് പറയേണ്ടി വരും. അത്രത്തോളം വലിയ ഒരു ആശങ്കയുണ്ടാക്കുന്ന മണിക്കൂറുകളായിരുന്നു ഇന്നലെ രാത്രി 8 മണി മുതൽ കാസർഗോഡ് നഗരത്തിൽ കാണാൻ സാധിച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 10,000-ങ്ങളാണ് ഹനാൻ ഷായുടെ ഈ ഒരു പരിപാടിക്ക് എത്തിയത്. ഇതിൽ പോലീസ് ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. ഇതിൽ പോലീസ് പ്രധാനമായും പറയുന്നത് 3,000 പേർക്ക് മാത്രം അനുമതി ഉണ്ടായിരുന്ന സ്ഥലത്ത് 25,000-ൽ കൂടുതൽ ആളുകൾ എത്തി. അതുകൂടാതെ ഈ പോലീസിന്റെ ഒരു മുന്നറിയിപ്പും ഈ സംഘാടകർ വകവെക്കാൻ തയ്യാറായില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും പോലീസ് 5 പേർക്കെതിരെ, അതായത് ഈ സംഘാടകരായ 5 പേർക്കെതിരെയും കണ്ടാൽ അറിയുന്ന മറ്റുള്ളവർക്കെതിരെയുമാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. രാത്രി 8 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ഗാനമേള ആരംഭിച്ചത് മുതൽ വലിയ സംഘർഷമുണ്ടായത്. അതായത് ഈ ടിക്കറ്റ് എടുത്തവർക്ക് അകത്ത് കയറാൻ കഴിയാത്ത സാഹചര്യം വന്നതോടെ വലിയ സംഘർഷമുണ്ടാവുകയായിരുന്നു. പിന്നീട് പോലീസ് ഇടപെട്ട് ഈ പരിപാടി നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി. ഇതേ തുടർന്ന് ജനക്കൂട്ടം അക്രമാസക്തമാവുകയും പിന്നീട് പോലീസിൽ ലാത്തിച്ചാർജ് വരെ നടത്തേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. ജില്ലാ പോലീസ് മേധാവി തന്നെ നേരിട്ടെത്തി പോലീസ് സമയോചിതമായി അത്തരത്തിൽ ഇടപെട്ടതുകൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായെന്ന് പറയേണ്ടി വരും. പലരും കുഴിയിലൊക്കെ വീഴുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതിൽ സ്ത്രീകളുണ്ട്. ഇതിൽ 20ഓളം പേർക്കാണ് ഇത്തരത്തിൽ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് പറയേണ്ടി വരുന്നു. ഈ സംഘാടകരുടെ ഭാഗത്ത് തന്നെയാണ് ഇതിൽ പൂർണ്ണമായും തെറ്റ്. 100 രൂപയായിരുന്നു ഇതിന് ടിക്കറ്റ് ഈടാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ദിവസമാണ് കൂടുതൽ ആളുകൾ എത്തി. ഒരു 3,000-ഓളം പേർക്ക് കഷ്ടി പങ്കെടുക്കാൻ കഴിയുന്ന ഒരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ട് ഈ പരിപാടിക്കാണ് ഇവർ 25,000-ലധികം ആളുകൾക്ക് ഇത്തരത്തിൽ ടിക്കറ്റ് കൊടുത്തത്. അതായത് കൗണ്ടർ ടിക്കറ്റ് കൂടി ഉണ്ടായിരുന്നു. ഇങ്ങനെ ടിക്കറ്റ് എടുത്ത ആളുകൾക്ക് അകത്ത് കയറാൻ കഴിയാതെ ആയതോടുകൂടി വലിയ സംഘർഷം ഉണ്ടാവുകയായിരുന്നു. ഒപ്പം പോലീസ് ഇടപെട്ട് പരിപാടി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് പിന്നീട് ഇത് നിയന്ത്രണാതീതമായത്. വലിയ തോതിൽ ആളുകൾ ഇത്തരത്തിൽ സംഘടിക്കുകയും സംഘർഷമുണ്ടാകുന്ന സാഹചര്യമുണ്ടായത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പോലീസ് എത്തി. അതായത് ജില്ലാ പോലീസ് മേധാവിയുടെ ആസ്ഥാനത്തിന് തൊട്ട് താഴെ, മൂക്കിന് താഴെ എന്നൊക്കെ പറയേണ്ടി വരും ഈ സംഭവം. അതുകൊണ്ട് തന്നെ പോലീസിന് വളരെ പെട്ടെന്ന് കൂടുതൽ പോലീസിനെ അവിടെ വിന്യസിക്കാൻ സാധിച്ചു. ലാത്തിച്ചാർജ് നടത്തുന്ന സാഹചര്യമുണ്ടായി. പോലീസ് ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് 3,000 പേർക്കായിരുന്നു അനുമതി ഉണ്ടായത്. 25,000-ൽ കൂടുതൽ ആളുകൾ എത്തി. അത് കൂടുതലും ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, സ്ത്രീകളും കുട്ടികളും ഒക്കെയാണ്. അങ്ങനെ ഇവരാണ് ഇത്തരത്തിൽ ഈ ഒരു തിക്കിലും തിരക്കിലും പെട്ട് അബോധാവസ്ഥയിൽ ആവുന്ന സാഹചര്യമുണ്ടായത്. അപ്പോൾ 100-200 എത്ര രൂപയോ ടിക്കറ്റ് നിങ്ങൾ എങ്ങനെയും വെച്ചോ. ടിക്കറ്റ് സെയിൽസ് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമിനകത്ത് ഒരിക്കലും ഇതേപോലുള്ള ഒരു അവസ്ഥ വരാൻ പാടില്ല.